നമ്മുടെ ഓഫീസിൽ നിന്ന് തിങ്കളാഴ്ച 2 വണ്ടിക്ക് ലോഡായി. ഒരു വണ്ടിക്ക് രാവിലെയാണ് ആയത്. അത് ചോളമാണ് കയറ്റേണ്ടത്. അത് നേരെ ചാലക്കുടി ഭാഗത്തേക്കാണ്. നമ്മുടെ വണ്ടിക്ക് വൈകിട്ടത്തേക്കാണ്, ഉച്ച കഴിഞ്ഞാണ് ആയത്. റൈസാണ്. അത് കോട്ടയം പാലായിലേക്കാണ്. ഞങ്ങളത് ഉച്ച കഴിഞ്ഞാണ് കയറ്റാൻ പോയത്. അപ്പോൾ നമ്മുടെ ഇവിടുന്നൊരു 20 കിലോമീറ്റർ മാറിയിട്ടാണ് അത് പോയി കയറ്റേണ്ടത്. വണ്ടി പിന്നെ ബേ ബ്രിഡ്ജിലേക്ക് കയറ്റി വണ്ടി തൂക്കാനായിട്ട്. അതിനുശേഷം ലോഡിംഗ് പോയിന്റിലോട്ട് ഇടുകയുള്ളൂ. അവിടെ മഴ പെയ്യാനായിട്ട് മൂടിക്കെട്ടി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് പവർ കട്ട് ഉണ്ടായിരുന്നു. വന്നും പോയി നിന്ന്. അതുകൊണ്ട് കുറേ താമസിച്ചു നമുക്ക് ലോഡ് കയറ്റാനായിട്ട്. ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ലോഡിങ് സ്റ്റാർട്ട് ചെയ്തത്. അത്യാവശ്യം റൈസിൻ്റെ പരിപാടി എളുപ്പമാണ് കമ്പനികൾക്ക്. കാരണം മെഷീനിൽ നിന്ന് റൈസ് വരും. അതൊരു ചാക്ക് ഒരാൾ പിടിക്കുക, ഒരാൾ അതിൻ്റെ അകത്തോട്ട് ഒരു പൗഡർ, മണം വരാനായിട്ടുള്ള പൗഡർ ഇടുക. പിന്നെ മെഷീനുണ്ട് അത് തയ്ക്കാനായിട്ട്. പിന്നെ ഒരാൾ ആ മെഷീനിലായിട്ട് ഒന്ന് നേരെയാക്കി വിടുക. പിന്നെ അവിടെ നിന്ന് എടുത്ത് ലോഡ് ചെയ്യുക. അപ്പോൾ പണ്ടത്തേക്കാളും ഭയങ്കര എളുപ്പമാണ്. എല്ലായിടത്തും ഇതുപോലെ ആക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ലോഡ് കയറ്റാനുള്ള ഇത് ഉണ്ടാവും. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേന് മഴയായിരുന്നു. അതുകൊണ്ട് പിന്നെ ലോഡിങ് സ്ലോ ആയി. പിന്നെ നമ്മുടെ ഒരു 11 മണിയോടെ നമുക്ക് ഫുള്ള് കയറ്റി തൂക്കി ബില്ലും കിട്ടി. ബില്ലൊക്കെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടി. നമ്മളിപ്പോൾ ഒരു 11:30 നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് പഴയ ഓഫീസിൽ പോയി ഒന്ന് ഫ്രഷപ്പായി മറ്റേ വണ്ടിയും കൂടെ വന്നിട്ട് നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത് നാട്ടിലോട്ട്. ഇവിടെ 10 മണി കഴിഞ്ഞാൽ കടയൊന്നുമില്ല, എല്ലാം അടയ്ക്കും. ഇവിടെ പോലീസിന്റെ വിഷയം. കടയൊന്നും ഇല്ല, എല്ലാം അടച്ചു. 2 മണിയാകുമ്പോഴത്തേനും എല്ലാം അടയ്ക്കുന്നുണ്ടല്ലേ. പിന്നെ പോലീസും വരും. വണ്ടിയായിട്ട് വരുന്നവരൊക്കെ എന്നാ ചെയ്യാൻ? അവർ നേരത്തെ വരുമെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ അവർ വന്നപ്പോൾ 1 മണിയായി. പിന്നെ അവർ വന്ന് പെട്ടെന്ന് ഫ്രഷപ്പൊക്കെ ആയിട്ട് ഞങ്ങൾ നേരത്തെ പോരാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് പെട്ടെന്ന് തന്നെ ചെയ്തു. പിന്നെ 2 വണ്ടി അവിടെ നിന്ന് ഇറക്കി നമ്മൾ നേരെ വിടുവാണ് കേരളത്തിലേക്ക്. കമ്പനിയോട് യാത്ര പറഞ്ഞ് നമ്മളിനി കേരളത്തിലേക്ക് പോവാണ്. പിന്നെ ഒരു 4 മണി 5 മണി ആയപ്പോഴത്തേനും നമുക്ക് അത്യാവശ്യം ക്ഷീണം വന്നായിരുന്നു. പിന്നെ നമ്മളൊരു പമ്പിൽ നിർത്തി 2 വണ്ടിയും കിടന്നുറങ്ങിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇന്നലെ രാത്രി ഞങ്ങൾ പോന്നിട്ട് കുറച്ച് ഉറക്കം വന്നോണ്ട് ജിയോയുടെ പമ്പിന്റെ ഫ്രണ്ടിലൊരു 4 മണിയായപ്പോൾ നിർത്തി. പിന്നെ രാവിലെ അവിടുന്ന് ഡീസലൊക്കെ അടിച്ചിട്ട് വണ്ടി എടുക്കാന്ന് ഓർത്തുകൊണ്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഒന്ന് ഫ്രഷപ്പൊക്കെ ആയിട്ടെ കഴിഞ്ഞ് ചിലപ്പോൾ അതിന്റെ പാട്ടിന് പോയത്.
ഞങ്ങൾ പിന്നെ ഗുണ്ടൽപേട്ടിൽ നിന്ന് 2 വണ്ടിയും ഡീസലൊക്കെ അടിച്ചിട്ട് നമ്മൾ പയ്യെ കാടിറങ്ങി പോകാനുള്ള പ്ലാനിലാണ്. ഒരു വണ്ടി ഫ്രണ്ടിൽ പോയി, കാരണം അതിന് പെട്ടെന്ന് ചെല്ലേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ വണ്ടി കുറച്ച് പണിയും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് രണ്ട് വഴിക്കായിട്ട് തിരിഞ്ഞു പോയി. നമ്മൾ പിന്നെ RTOനൊക്കെ കണ്ട് പയ്യെ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇതുകൊണ്ട് തീരുകയാണ്. അടുത്ത യാത്രയുമായി ഉടനെ തിരിച്ചു വരുന്നതായിരിക്കും. താങ്ക് യു.